പിന്നെ ഫ്ലൈറ്റ് ടൈം കൂടുതലാണ്, 45 മിനിറ്റ്സ് ഫ്ലൈറ്റ് ടൈം കിട്ടും. അതുപോലെ തന്നെ റേഞ്ചും കൂടുതലാണ്. ഇതിന് സ്റ്റാർട്ടിങ് നമുക്കൊരു 6000-7000 രൂപ മുതൽ തന്നെ സ്റ്റാർട്ടിങ് വരും. വൈഫൈ കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽ. ഇത് നമുക്കൊരു 20 റേറ്റിൽ കൊടുക്കാം. സ്ട്രാപ്പ്, ബാറ്ററി, ചാർജർ എല്ലാം അടക്കം 7000 രൂപ. സോണിക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, അതായത് സോണി വാറണ്ടി ഉണ്ടെങ്കിൽ ആ വാറണ്ടിയിൽ തന്നെ ചേഞ്ച് ചെയ്തു. അത് 3 ബാറ്ററി, ചാർജിങ് ഹബ്ബ് എല്ലാം കൂടി അടക്കം നമ്മൾ കൊടുക്കുന്ന റേറ്റ് 30 to 40. കണ്ടീഷൻ 3500 പറഞ്ഞ കുറച്ച് പഴയ മോഡലാണെങ്കിലും മിറർലെസ്സിൽ ഏറ്റവും ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറ. സിയൂണ്ട മൊബൈൽ ഗിംബലാണ്, സീൽഡ് ബോക്സ്. സിയൂണ്ട സ്മൂത്ത് എക്സ് എന്ന് പറഞ്ഞ മോഡലാ. ഇത് നമുക്ക് ഓൺലൈൻ തന്നെ നോക്കിയാൽ കാണാൻ ഏകദേശം 8000 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇത് പൊട്ടിക്കാത്ത പീസ് നമ്മൾ കൊടുക്കുന്നത് 3800-നാണ്. അതില് എന്തൊക്കെയുണ്ട്? സുഖല്ലേ? സുഖാണ്. നമ്മളിപ്പോ മുക്കം ഷോപ്പിലാണല്ലേ? അതെ. ഇപ്പൊ പുതിയതായിട്ട് വേറെ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ടല്ലോ? നമുക്ക് ബ്രാഞ്ചസ് ആയിട്ട് കണ്ണൂരുണ്ട്, കൊല്ലത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. മൊത്തം 4 ഷോപ്പായി. 4 ഷോപ്പ്. അപ്പൊ നമ്മള് മുക്കത്തുള്ള കാര്യങ്ങളല്ലേ? ഇവിടെ അതൊക്കെ ക്യാമറകളിൽ ഇപ്പൊ ഒരുപാട് ക്യാമറ ഉണ്ടല്ലോ. നമുക്ക് അത്യാവശ്യം സ്റ്റോക്കുകൾ ഉണ്ട് ഇവിടെ. DSLR ആയിട്ടും മിറർലെസ് ആയിട്ടും എല്ലാം സ്റ്റോക്ക് ഉണ്ട്. ഹെലികാം ഒക്കെ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹെലികാം ഒക്കെ നമുക്കൊരു 25 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 2.7K ആയിട്ട് മിനി 1 സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ 4K-ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് DJI നിയോന്റെ അതിന്റെ ഫ്ലൈറ്റ് മാത്രം കൊടുക്കാം 27 റേറ്റില് 4K റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ, മീൻസ് ഹെലികാം. പിന്നെ അതിന്റെ മേലേക്കുള്ള മിനി 4 Pro സീൽഡ് ബോക്സുകളാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. സീൽഡ് ബോക്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ ഓരോ മോഡലിന് റേറ്റ് ഒക്കെ നോക്കാം. ഓക്കെ, ഇപ്പൊ റേറ്റ് അങ്ങനെ കുറഞ്ഞിട്ട് കൂടിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ ഓഫർ ആയിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നോർമലി കുറച്ച് ഡൗൺ ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡലൊക്കെ ഏതാ വരുന്നത്? സ്റ്റാർട്ടിങ് നമുക്കൊരു 6000-7000 രൂപ മുതൽ തന്നെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. നമ്മളെ 1100D എന്ന് പറഞ്ഞ മോഡലില് 12 മെഗാ പിക്സൽ ഒക്കെ വരുന്ന ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ ഓപ്ഷൻസ് വരുന്ന ഒരു സാധനം തന്നെയാ. ഇതിന്റെ കിറ്റ് ലെൻസ്, സ്ട്രാപ്പ്, ബാറ്ററി, ചാർജർ എല്ലാം അടക്കം നമുക്കൊരു 7000 രൂപയ്ക്ക് കൊടുക്കാം. 7000 രൂപ അല്ലെ? നമുക്ക് സ്റ്റാർട്ടിംഗ് ഉള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്ന സാധനം. അതെ, ഇതില് വൈഫൈ ഇല്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. നല്ല ഇമേജസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. പിന്നെ അതിന്റെ തൊട്ടടുത്ത മോഡൽ തന്നെ 1.2, 1.3 ഒക്കെ വരുന്നുണ്ട്. അത് 1.2-ലേക്ക് വരുമ്പോ നമുക്ക് വൈഫൈ ഇല്ല എന്ന് തന്നെയാണ്, 18 മെഗാ പിക്സലായി മാറും. അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ തന്നെ വൈഫൈ ഉള്ള മോഡൽ 1300. അതൊക്കെ ഏകദേശം ഒരു 15-16 റേറ്റില്. 1.2 ആണെന്നുണ്ടെങ്കിൽ ഒരു 13 റേറ്റിൽ കൊടുക്കാം. 1.3 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15-16 ആ റേറ്റിൽ കൊടുക്കാൻ പറ്റും. വിത്ത് വൈഫൈ ഉള്ള സാധനം, ഫുൾ കിറ്റ് ആണ് റേറ്റ് പറയുന്നത്. നിക്കോണിലാണെങ്കിലോ? നിക്കോൺ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3.1, 3.2 ഒക്കെ വരും. 3.1 ഒക്കെ വരുന്നത് നമുക്ക് ഏകദേശം 6.5-6 ആ റേറ്റിൽ തന്നെ വരുന്നത്. പിന്നെ 3.2 അതിന് 24 മെഗാ പിക്സൽ സെൻസർ വരുന്നുണ്ട്. 3.2 ഒക്കെ അത് നമുക്കൊരു 10 രൂപ റേറ്റിൽ കൊടുക്കാൻ പറ്റും. 10 രൂപ അല്ലേ? അതെ. പിന്നെ 3.3, 3.4 ഏകദേശം 15ന്റെ അടിയിൽ തന്നെ 3.3, 3.4 വരും. പിന്നെ 3.5 എന്ന് പറഞ്ഞാല് അതിന്റെ ലേറ്റസ്റ്റ് സീരീസ് ആയിരുന്നു, വൈഫൈ കാര്യങ്ങളൊക്കെ വരുന്ന മോഡല്. ഇത് നമുക്കൊരു 20 റേറ്റിൽ കൊടുക്കാം. 20. ഇതിനൊക്കെ ലെൻസ് അടക്കമല്ല പറയുന്നത്? ലെൻസ് അടക്കമുള്ള 18-55ന്റെ ടെലി ലെൻസ് ആണ് വരിക. കിറ്റ് ലെൻസ് ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ലെൻസ് തന്നെ വരിക. പിന്നെ സോണിയിലേക്ക് വരികയാണെങ്കിൽ മിറർലെസ്സിൽ നമുക്ക് 3500 പറഞ്ഞ കുറച്ച് പഴയ മോഡലാണെങ്കിലും മിറർലെസ്സിൽ ഏറ്റവും ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. 15,000 രൂപയ്ക്ക്. ഏതാ മോഡൽ ഏതാ പറഞ്ഞേ? നിക്കോൺ സോണിന്റെ ആൽഫ 3500. ലെൻസ് ഊരാൻ പറ്റുന്ന ടൈപ്പാ, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. നമുക്ക് 50 ഏത് പ്രൈം ലെൻസ് ഇട്ടാലും നല്ല അടിപൊളി പിക്ചേഴ്സ് എടുക്കാൻ പറ്റും. 20 മെഗാ പിക്സൽ സെൻസർ വരുന്നുണ്ട്. 15 രൂപ വരുന്നുള്ളൂ. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിന്റെ അപ്ഡേറ്റഡ് വെർഷൻസ് കുറെ ഉണ്ട്. പിന്നെ കനോണില് നമുക്ക് ഏറ്റവും ലോസ്റ്റ് ഇപ്പൊ വരുന്നത് M50 ആണ്. അതെ, M50 നമുക്ക് ഒരു 25 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പൊ നമ്മളെ ഉള്ളത് പക്ക പെർഫെക്റ്റ് കണ്ടീഷൻ ആണ്. ഇതൊരു 29 കൊടുക്കാം. 29 M50 മാർക്ക് 1 അല്ലേ? അതെ, മാർക്ക് 1. ഇതില് 4K ഇല്ല, ഇതിലാണ് 4K വരുന്നത്. മാർക്ക് 2 അതിന്റെ തൊട്ടടുത്ത വെർഷൻ ആണ്. ഇതും പക്ക പെർഫെക്റ്റ് കണ്ടീഷൻ ആണ്. ഇത് നമുക്കൊരു 38 കൊടുക്കാം. 38. പിന്നെ നമുക്ക് ഇപ്പൊ റിലീസ് ചെയ്യുന്ന ഒരു മോഡലാണ് R50 എന്ന് പറഞ്ഞ മോഡല്. പുതിയ മോഡല് അതുണ്ട്. ഇത് പറയുകയാണെങ്കിൽ നമുക്കൊരു 4 മാസം പഴക്കമുള്ളൂ. വാങ്ങിയിട്ട് ആകെ 4 മാസം കിട്ടുള്ളൂ. യൂസ് ചെയ്തിട്ടില്ല ആൾക്കാര്. ഇത് നമുക്ക് ഏകദേശം
പുതിയത് വരുന്ന 60 സംതിങ് ഉറുപ്പ്യ വരുന്നുണ്ട്. ആ. നമുക്കിതൊരു 48 കൊടുക്കാം. 48. ഇതിന്റെ 600 ഇല്ലല്ലോ? 600 ഉണ്ട്. 600 ഇതാ 3 മാസമായ പീസ്, ബോക്സ് പീസ്, ഫുൾ ബോക്സ് പീസ് വരുന്നത് 600. 3 മാസമായിട്ടുള്ളൂ. 200 ഫോട്ടോസ് ആകെ എടുത്തിട്ടുള്ളൂ. ടെസ്റ്റ് അടിക്കാൻ വേണ്ടി എടുത്ത ഫോട്ടോസ് ആണ്. അത് വിത്ത് വാറന്റിയോട് കൂടി നമ്മൾ കൊടുക്കുന്നത് 30,000 30,000 രൂപ. 30 പ്രശ്നം എത്ര വരുന്നുണ്ട്? 38-40 റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ 35 കൊടുക്കുന്നുണ്ട് അല്ലേ? 30 കൊടുക്കുന്നത്. 30 പുതിയ എങ്ങനെ എടുക്കുന്നു അതേ സെയിം കണ്ടീഷനിൽ ആൾക്കാർക്ക് എടുക്കാം വിത്ത് കമ്പനി വാറന്റിയോട് കൂടി. എത്ര മാസം വാറന്റി? അതായത് 2 വർഷമാണ് വാറന്റി വരുന്നത്. അതിൽ 3 മാസം ആയിട്ടുള്ളൂ. 1 വർഷം 9 മാസം ഏകദേശം വാറന്റി കിട്ടുന്നുണ്ട് അല്ലേ? പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 3,000 വരുന്നുണ്ട്. 3,000 ഇന്ത്യ മോഡലാണ്. 18 മെഗാ പിക്സൽ വൈഫൈ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കൊരു 16,500 കൊടുക്കാം. 16,500 അത് പക്ക പെർഫെക്റ്റ് പീസ്. പിന്നെ 2000D ഇത് ദുബായ് പീസ് ആണ്. 1500ന്റെ സെയിം സാധനം തന്നെ. കുറച്ച് ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതെന്നുള്ളൂ. ഇതിന് റേറ്റ് 20 കൊടുക്കാം. 20,000 രൂപ. 24 മെഗാ പിക്സലാ സെൻസർ വരുന്നത്. അപ്പൊ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. അതിലൊന്നും വീഡിയോ പറ്റില്ലല്ലോ? വീഡിയോ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഫ്ലിപ്പ് ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ ഫെസിലിറ്റി കുറച്ച് കുറവാണ്. ഫോട്ടോഗ്രാഫിയാണ് പക്ഷെ വീഡിയോ എടുക്കാം, അതിനുള്ള ഇതുണ്ട്. പിന്നെ വീഡിയോ ക്യാമറയാണെന്ന് പറയുന്നത് നമ്മുടെ M50 കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത്. പിന്നെ വീഡിയോക്ക് പറഞ്ഞ M200 Mark 2, Mark 1, Mark 2 ഒക്കെ വീഡിയോക്ക് സ്പെഷ്യലൈസ് ചെയ്ത് ഇറക്കിയതാണ്. ഇത് മിററുടെ ആണെങ്കിലും നമുക്ക് മിറർലെസിന്റെ ഒരു ഫീച്ചറിൽ അത്രയും കുഞ്ഞു ക്യാമറയാണ്. ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്. ഇതിന്റെ കൂടെ വരുന്ന STM ലെൻസ് ആയിരിക്കും. ഫോക്കസിങ് കാര്യങ്ങളൊക്കെ പക്കായിട്ട് നടക്കും. പിന്നെ ഫ്ലിപ്പ് ഡിസ്പ്ലേ, ടച്ച്. ഇത് നമുക്ക് വരുന്നത് 34,000 രൂപ. 34,000 രൂപ. അതെ. മാർക്ക് 1 അല്ലേ? മാർക്ക് 2 നമുക്കൊരു 28 കൊടുക്കാൻ പറ്റും. ഇതൊരു 34 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. അതും പക്ക കണ്ടീഷൻ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ 40 രൂപയ്ക്കൊക്കെ കൊടുത്തോണ്ടെന്നാണ്. ഇപ്പൊ ഓഫറായിട്ട് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറഞ്ഞ മോഡലാണ് 650 പറഞ്ഞ മോഡൽ. ഫ്ലിപ്പ് ഡിസ്പ്ലേ, ടച്ച് വരുന്നുണ്ട്. പക്ഷെ വൈഫൈ ഇല്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഏകദേശം ഒരു 18,000 20,000 റേഞ്ചിന്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റില്ല. അതെ. ഇതൊക്കെ ലെൻസ് ഉള്ള റേറ്റ് ആണ് പറയുന്നത്. ഇനി പ്രൊഫഷണൽ ബോഡി പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ബോഡി റേറ്റ് വരിക. ഇത് ഫുൾ കിറ്റ് അടക്കമാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് 80D. നമുക്ക് ഒരു കാലത്ത് വെഡിങ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോക്ക് കൂടുതൽ ട്രാക്കിംഗ്, അടിപൊളി ട്രാക്കിംഗ്, ഫോക്കസ് അത്യാവശ്യം നന്നായിട്ട് പിടിക്കും. ഇത് നമുക്ക് കിറ്റ് ലെൻസ് അടക്കം വരുന്നത് ഒരു 36,000 റേറ്റിൽ കൊടുക്കാം. അത്രയും കുറഞ്ഞു. അതും അത്രയും പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള സാധനം. ഇനി ഇതിൽ എന്തെങ്കിലും കണ്ടീഷൻ കുറവാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കുറച്ച് കൊടുക്കും. 90D ഒക്കെ വരുന്നുണ്ടോ? 90D വരുന്നുണ്ട്. 90D ഏകദേശം നമുക്കൊരു 40-45 റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ഇത് അതിന്റെ ചെറിയ മോഡല് 60D ആണ്. പഴയ മോഡലാണെങ്കിലും യൂസ് ചെയ്യാത്ത ക്യാമറ, ഫ്രഷ്. അതായത് ഫ്ലിപ്പ് കാര്യങ്ങള് വീഡിയോക്ക് കുറച്ചുകൂടി നമുക്ക് 1500D എടുക്കുന്ന ഒരു ആൾക്ക് ഇത് എടുക്കാൻ പറ്റും. ഒരു കിറ്റ് ലെൻസ് അടക്കം നമുക്കൊരു 20ക്ക് കൊടുക്കാൻ പറ്റും. 20 അത്യാവശ്യം പ്രൊഫഷണൽ ക്യാമറയാണ്. സെമി പ്രൊഫഷണൽ നമുക്ക് ടോപ്പ് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. പിന്നെ നമുക്ക് കുറച്ച് പ്രൊഫഷണലിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ 6D 5D Mark 3 ഒക്കെ വരും. 6D Mark 2 5D Mark 4. നമുക്ക് 5D Mark 3 ഒക്കെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാല് 18,000 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പ്രൊഫഷണൽ ക്യാമറയാണ്. 5D Mark 3 സെൻസറും ഫോട്ടോഗ്രാഫിക്ക് ഫേവർ ചെയ്യുന്ന ഒരു ക്യാമറയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ വൈഫൈ സപ്പോർട്ട് ഇല്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. വൈഫൈ ഇല്ലായിരുന്നു. പക്ഷെ മറ്റൊരു ഇതാണ് 6D വൈഫൈ സപ്പോർട്ട് ഉണ്ട്. അത് ഏകദേശം നമുക്കൊരു 15 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. മാർക്ക് 3 മാർക്ക് 3 18 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ്. പിന്നെ നമുക്ക് കുറച്ച് പഴയ മോഡൽ ആയതുകൊണ്ട് കുറച്ച് പെയിന്റും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ടാവും. പക്ഷെ ക്യാമറ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അതിന് നമ്മൾ ചെക്കിംഗ് വാറന്റി കൊടുക്കുന്നത് 3 month. 3 month ചെക്കിംഗ് സർവീസ് വാറന്റി കൊടുക്കുന്നുണ്ട്. അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റെടുക്കും. അതിനിപ്പോ അവർക്ക് 1 വർഷം വേണമെന്നാണെങ്കിൽ എക്സ്റ്റെൻഡഡ് വാറന്റി പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ചെറിയൊരു പേയ്മെന്റ് ഉണ്ടാവുന്നുള്ളൂ.
കാരണം നമ്മൾ അത്രയും ചെക്ക് ചെയ്തിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത്. ആ. മീൻസ് പിന്നെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ആണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കും ചെയ്യും. പിന്നെ 5D Mark IV ആണെങ്കിൽ നമുക്കൊരു 38 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 38,000 മുതൽ 5D Mark IV 1,90,000 ഏകദേശം റേറ്റ് വരുന്ന സാധനം ഇനി ഇറങ്ങിയ സമയത്ത്. അപ്പൊ നമ്മള് കൊടുക്കുന്ന റേറ്റ് വെറും 38 റേറ്റിലാണ്. 38,000 അതിന്റെ കണ്ടീഷൻ. ഇതിന് ടച്ച് വരുന്നുണ്ട്. ഇത് വീഡിയോക്ക് കുറച്ചും കൂടി ഫേവർ ചെയ്യണ സാധനം. ഫ്ലിപ്പ് ചെയ്യാല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ, ബാക്കിയൊക്കെ പക്ക ആയിരിക്കും. പിന്നെ ഫ്ലിപ്പ് ഇതിന്റെ ഇത് ഇറക്കിയാണ് 6D Mark II. വീഡിയോ ക്യാമറ ആയിട്ട് യൂസ് ചെയ്ത് ഫുൾ ഫ്രെയിമിൽ തന്നെ. ഇത് നമുക്ക് നല്ല കണ്ടീഷനിലുള്ള ക്യാമറ ഏകദേശം 36,000 38,000 വെച്ച് കൊടുക്കാൻ പറ്റും. ഇത് ബോഡിയാണ് നമ്മൾ ഈ 5D Mark III 6D ഒക്കെ പറഞ്ഞത്, ഫുൾ ഫ്രെയിം ക്യാമറയിലാകുമ്പോ. പിന്നെ നമുക്ക് മിറർലെസ്സിലേക്ക് വരുമ്പോ EOS RP, EOS R ഒക്കെ നമുക്ക് ഒരു 50-55 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇത് EOS R ന്റെ ഒരു മോഡലാണ്. ഇതിന്റെ റബ്ബർ ലേശം ബൾജായിട്ടുണ്ട് എന്നുള്ളൂ. ഈ റബ്ബർ ഗ്രിപ്പ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇതിന്റെ അഡാപ്റ്റർ അടക്കമാണ് നിങ്ങൾ പറയുന്നത്. ഇതിന്റെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ RF ലെൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. RF ലെൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ അഡാപ്റ്റർ ആവശ്യമില്ല, നമുക്ക് ബോഡി മാത്രമായിട്ട് കൊടുക്കും. അതിനനുസരിച്ചുള്ള റേറ്റ് മാറ്റം വരും. EOS RP വരുന്നുണ്ട്. EOS RPക്ക് റേറ്റ് വരുന്നത് ഏകദേശം 38,000 മുതൽ സ്റ്റാർട്ടിങ് വരുന്നത്. 38,000 അല്ലേ. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ 4 ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് ഏത് മോഡലാണെങ്കിലും ഏതെങ്കിലും ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും. വിളിച്ചു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് സാധനം എത്തിച്ചു കൊടുക്കാം. നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് എങ്ങനെയായിരുന്നു? DCAM എന്നാണ്. സെപ്പറേറ്റ് ഉണ്ടോ? ഓരോന്നിനും ഓരോന്നുണ്ട്. DCAM കണ്ണൂരുണ്ട്, DCAM കൊല്ലുണ്ട്, DCAM TVM ഉണ്ട്, DCAM മെയിൻ ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ശരിക്കും നമുക്ക് അതിൽ നോക്കിയിട്ട് വന്നാലും മതി അല്ലേ? അതിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാ മോഡൽസും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മളിന്ന് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. എവിടേക്ക് അയച്ചു കൊടുക്കും? എവിടേക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് സോണിയിലേക്ക് പോലെ. അതെ, സോണിയിൽ നമ്മളെ 7M3 എങ്ങനെ കൂടുതലുണ്ടോ? 7M3 നമുക്ക് സ്റ്റോക്ക് വന്നത് ഏകദേശം 40,000 മുതൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കറന്റ്ലി സ്റ്റോക്ക് ഉള്ളത് ഏകദേശം 48,000 രൂപ മുതലാണ്. 48,000 രൂപ മുതൽ നമുക്കൊരു 80-85,000 രൂപ വരെ സ്റ്റോക്ക് ഉണ്ട്. അതിന്റെ കണ്ടീഷനും വാറണ്ടിയും എല്ലാം അനുസരിച്ചിട്ട്. പിന്നെ നമുക്ക് A7 M4 ഉണ്ട്, പിന്നെ A7C ഒക്കെ യൂസ് ചെയ്യാത്ത പീസ്, വ്ളോഗിങ്ങിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ഇത് ഏകദേശം 70,000 രൂപയാണ് വരുന്നത് ബോഡി. ഈ ബോഡികളുടെ റേറ്റ് ഒക്കെ ഒന്ന് പറയാം. ഇത് A7C ഇത് 70,000 ആണ്. ഇത് ക്രോപ്പ് ആണോ? അല്ല, ഫുൾ ഫ്രെയിം ആണ്. അതെ. എത്ര? 70,000 രൂപ. 70,000. പുതിയ ക്യാമറ. വാറണ്ടി ഉണ്ടോ? ഇത് ഗൾഫ് പീസ് ആണ്. നമ്മളെ ഷോപ്പ് വാറണ്ടി 6 മന്ത് കൊടുക്കും നമ്മള്. 6 മന്ത് അല്ലേ. അടുത്ത A7 M3. A7 M3 വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം 49,000 രൂപ. 49,000. അടുത്താണെങ്കിലോ? ഇത് A7 M4 ആണ്. 1 ഇയർ സോണി വാറണ്ടി റിമൈനിങ് ഉണ്ട്. ഇത് നമ്മളെ റേറ്റ് വരുന്നത് 138 ആ റേഞ്ച്. 138 ഒരു വർഷം വാറണ്ടി ഉള്ള. ഒരു വർഷം സോണിന്റെ വാറണ്ടി ഉണ്ട്. പിന്നെ ഇത് A7 M3 കുറച്ച് നീറ്റുള്ള, മീൻസ് നീറ്റും 1 ഇയർ വാറണ്ടിയും റിമൈനിങ് ഉണ്ട്. ഇത് നമുക്ക് ഒരു 72,000 കൊടുക്കാം. 72,000 ഒരു വർഷം വാറണ്ടി ഉള്ള. നല്ല നീറ്റ് പീസ് ആണല്ലോ. അടുത്താണെങ്കിലോ? ഇത് നമുക്ക് വാറണ്ടി ഇല്ല, പക്ഷെ കണ്ടീഷൻ പക്കാണ്. പെയിന്റോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല. ഇത് നമുക്കൊരു 68,000 കൊടുക്കാം. 68,000. അതെ. ഇത് പിന്നെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് A7 R2 എന്ന് പറഞ്ഞ മോഡലാണ്. പിക്ചറിന് ഫോട്ടോയ്ക്ക് ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്ന സാധനം. ഇത് നമുക്കൊരു 40,000 കൊടുക്കാം. 40,000. ഇത് ഏകദേശം ഷട്ടർ ഏകദേശം നമുക്ക് വരുന്നത് 40,000 ഷട്ടർ മാത്രമേ അടിച്ചുള്ളൂ. നോർമലി ഫോട്ടോ ക്യാമറ R2 R3 ഒക്കെ ഏകദേശം 7 ലക്ഷം 8 ലക്ഷം ഒക്കെ അടിച്ച ക്യാമറ നമുക്ക് കിട്ടാനുള്ളൂ. ഇത് വെറും 40,000 ഷട്ടർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. അതിന്റെ കണ്ടീഷൻ നോക്കാം, നല്ല കണ്ടീഷനാണ്. അതല്ല, നമുക്കിപ്പോ സോണിയുടെ ക്യാമറ ഷട്ടർ കംപ്ലൈന്റ് ഒരുപാട് പറയുന്നുണ്ട് ആൾക്കാരെ. അപ്പൊ അതിനിപ്പോ എങ്ങനെയാ നിങ്ങളെ പരിഹാരം എന്തൊക്കെയാണ്? അതിപ്പോ സോണിക്കാര് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പക്ഷെ വാറണ്ടി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് വാറണ്ടിയിൽ തന്നെ, അതായത് സോണി വാറണ്ടി ഉണ്ടെങ്കിൽ അത് വാറണ്ടിയിൽ തന്നെ ചേഞ്ച് ചെയ്ത് കിട്ടും. ഇനി അതല്ല,
നമ്മൾ കൊടുത്തിട്ട് അത് നമ്മളെ ചെക്കിംഗ് വാറണ്ടിയിലാണ് വരുന്നത്, നമ്മൾ ചേഞ്ച് ചെയ്യും. ഒരു 3 മാസത്തിനുള്ള കംപ്ലൈന്റ് വരാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോ അതല്ല, അത് കഴിഞ്ഞിട്ടാണ് വരണമെങ്കിൽ ഇതിന്റെ ഷട്ടർ ചേഞ്ച് ചെയ്യാൻ അധികം പൈസ ഒന്നും വരുന്നില്ല. ഏകദേശം ഒരു 4 രൂപ മുതൽ 6,500 ആ റേഞ്ചിലാണ് ഷട്ടർ വരുന്നത്. അതിന്റെ ഏത് പോർഷൻ ആണ് പോയതെന്നനുസരിച്ചിട്ടാണ് അതിന്റെ റേറ്റ് വരുന്നത് അല്ലേ? ഇത് എത്ര ദിവസം കൊണ്ട് കിട്ടും കൊടുത്താല്? ഷട്ടർ മാറാനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മതി. നിങ്ങളുടെ കമ്പനിന്നാണ് പുറത്തുനിന്നാണ് ചെയ്യുക? നമ്മള് കമ്പനിന്ന് ചെയ്യിപ്പിക്കുമ്പോ ആ റേറ്റ് മാറ്റുണ്ട്. നമ്മളല്ലാതെ സർവീസ് സെന്റർ ചെയ്യുന്നുണ്ട് അല്ലേ? ലെൻസുകളൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ലെൻസുകൾ നമുക്ക് പോർട്രേറ്റ് ലെൻസുകൾ തന്നെ 3000 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. കനോന്റെ ഇത് 50mm ആണ്, 1.8. നമുക്ക് അല്ലല്ല, ഇത് കനോന്റെ ഒറിജിനൽ കനോന്റെ. നമുക്കറിയാം ഇത് ക്യാമറ എടുക്കുമ്പോ കിറ്റ് ലെൻസാ കിട്ടുക. ഈ കിറ്റ് ലെൻസിൽ ഫോട്ടോ എടുത്താൽ എത്രത്തോളം നമുക്ക് സാറ്റിസ്ഫൈ ആവും എന്നുള്ള അറിയാം. കാരണം അത് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടുന്ന സാധനം മാത്രമാണ്. നമുക്ക് ഒരു 50 മിനിമം ഇട്ടാലേ ഉള്ളൂ നമുക്കൊരു അടിപൊളി പിക്ചർ എടുക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് 3000 രൂപ മുതൽ ഇത് കൊടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക് ആയിട്ട് വരുന്നത് പ്ലാസ്റ്റിക് ടൈപ്പ് ആണ്. കുറച്ച് പഴയ ഇറങ്ങിയ മോഡലാണെങ്കിലും റിസൾട്ടിൽ കോംപ്രമൈസ് ഒന്നുമില്ല. ഇതിന് നമുക്ക് സ്റ്റീൽ വരുന്ന സാധനത്തിന് ഇതിന്റെ STM ടൈപ്പ് വരുന്നുണ്ട്. STM ടൈപ്പ് ഏകദേശം 4500 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 4500. പിന്നെ അതിന്റെ കണ്ടീഷൻ ഇത് ഏകദേശം 5500 റേറ്റ് വരുന്ന സാധനമാണ്. 5500 പക്ക പുതിയ കണ്ടീഷനിലുള്ള സാധനം. വിത്ത് നമ്മള് ഫ്രണ്ടില് പിന്നെ പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫംഗസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിനെ മാറ്റങ്ങൾക്ക് കണ്ടീഷനും ഇതിനനുസരിച്ച് മാറ്റത്തിനനുസരിച്ച് റേറ്റ് കുറയും. 24-105 ആണെങ്കിലോ? 24-105 ആണെങ്കിൽ നമുക്കൊരു 12,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 12,000 ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ ആണ്. 2470 വരാറുണ്ടോ? 2470 ഉണ്ട് നമ്മളേല്. കൂടാതെ മറ്റേ 1635 ഉണ്ട്. 2.8 ആണ്. ഏകദേശം 1,00,000 സംതിങ് റേറ്റ് ഉള്ള സാധനമാണ്. നമ്മളെ റേറ്റ് പറഞ്ഞാൽ 30,000 രൂപ. അതെ. 85 ഉണ്ടോ? 85 ഉണ്ട്. കനോന്റെ 85 ഉണ്ട്. അതും പക്ക ഫ്രഷ് കണ്ടീഷൻ. 13 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. കുറച്ച് കണ്ടീഷൻ കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഒരു 8,000 രൂപ മുതലും ഉണ്ട് സ്റ്റാർട്ടിങ്. ഇത് സോണിന്റെ 85mm ആണ്. 1.8 പുതിയ കണ്ടീഷനിലുള്ളതാണ്. 30,000 രൂപ നമ്മളെ റേറ്റ്. 30. അതെ. വാറണ്ടി ഇല്ലാന്നുള്ളൂ. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. പക്ക ഫ്രഷ് കണ്ടീഷൻ 30,000 രൂപയ്ക്ക് കൊടുക്കാം. വിത്ത് 3 മന്ത് നമ്മളെ ഷോപ്പ് വാറണ്ടി. ഇത് പിന്നെ സിഗ്മയുടെ ലെൻസ് ആണ്. 1.4 ലെൻസ്. അല്ല, 35 to 1.4 ലെൻസ്. ഇത് നമുക്ക് ഒരു 44,000 കൊടുക്കാം. 44 അതെ. ഇത് 85 തന്നെയാണ്, പക്ഷെ കണ്ടീഷൻ കുറച്ച് കുറവാണ്. 20,000 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 20,000 രൂപ. പിന്നെ ഇത് നമുക്ക് ടാമറോന്റെ കമ്പനിയാണ്. F2.8 35mm. ഇത് 12,000 രൂപ. 12,000 രൂപ. അതും പക്ക പുതിയ കണ്ടീഷൻ. ഏകദേശം 30,000 രൂപ ഫ്രഷ് റേറ്റ് ഉള്ള സാധനമാണ്. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൂം ലെൻസ് ആണ് 24-240 എന്ന് പറഞ്ഞിട്ട് ഫുൾ ഫ്രെയിം ലെൻസ് ആണ് വരുന്നത്. 24-240. അങ്ങനെ ലെൻസ് കണ്ടോ? ഇത് വേരിയബിൾ ആണ്. പക്ഷെ ഇത് നമുക്ക് ഒരു 22,000 രൂപയ്ക്ക് കൊടുക്കാം. വേരിയബിൾ എത്ര? ഏതൊക്കെയാ? 3.5 to 6.3. അതെ. പിന്നെ ഇതിന്റെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50mm, അതൊരു 10 മുതൽ സ്റ്റാർട്ടിങ് വരും. 50mm. പിന്നെ G Master 85 വരുന്നുണ്ട്. അതും പെയിന്റോ കാര്യങ്ങളോ സ്ക്രാച്ചോ ഒന്നും ഇല്ലാത്ത പുതിയ കണ്ടീഷനിലുള്ള സാധനം. 70,000 രൂപ. 70,000. ഇതിന്റെ രണ്ട് ഇത് പുതിയ ഇതാണോ? അല്ല, ഇത് മാർക്ക് 1 ആണ്. അതെ. ഇത് പിന്നെ സിഗ്മന്റെ ലെൻസ് ആണ്. 85 DGDN പുതിയ മോഡലാണ്. വാറണ്ടി ഇത് 5 മാസമായിട്ടുള്ളൂ. ആകെ വാറണ്ടി റിമൈനിങ് ഉണ്ട്. 1.5 വർഷത്തിൽ മേലെ വാറണ്ടി റിമൈനിങ് ഉണ്ട്. ഇത് റേറ്റ് വന്നിട്ട് 62,000 രൂപ. 62. അതെ. പിന്നെ സോണിന്റെ 55mm 1.8. ഇതും പക്ക പുതിയ കണ്ടീഷൻ. ഏകദേശം 80 റുപ്യന്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ഇതിപ്പോ ക്രോപ്പിൽ ഉപയോഗിക്കുന്നല്ലേ? ഇത് ഫുൾ ഫ്രെയിം ആണ്. ഫുൾ ഫ്രെയിം ആണ്. അതെ. ഇതിന് റേറ്റ് വരുന്നത് പിന്നെ 30,000 രൂപ. RF നമുക്ക് വരുന്നത്? RF നമുക്ക് 50 വരുന്നുണ്ട്. ബ്ലോക്ക് ലെൻസ് 16mm വരുന്നുണ്ട്. 50mm വരുന്നത് നമുക്ക് ഏകദേശം 10 മുതൽ സ്റ്റാർട്ടിങ് വരും. 10-12 റേറ്റിൽ വരും. 16mm ഏകദേശം 13-15 ആ റേഞ്ചിൽ വരും. പിന്നെ 35 വരും.
35-ന് ഏകദേശം 22 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ആ. 22 ഇത് വന്നിട്ട് 24 ആ. ഫംഗസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. 24 മുതൽ വാറണ്ടിയും ഇതും അനുസരിച്ച് 30 വരെ റേറ്റ് വരാം. ഇത് നിക്കോൺ മൗണ്ട് ആണ്. 2470 2.8 DG ലെൻസ്. മിറർലെസ് അല്ല, മിറേർഡ് ആണ്. ഫുൾ ഫ്രെയിം ലെൻസ്. ഇതിന് ഏകദേശം പുതിയത് ഏകദേശം 88,000 റേറ്റ് വരുന്നുണ്ട്. നമ്മളെ റേറ്റ് 40,000 രൂപ. 40 രൂപ അല്ലേ? അതെ. 7200 എന്താ റേറ്റ് വരുന്നത്? 7200 നമുക്ക് നോൺ IS വരുന്നുണ്ട്, IS വരുന്നുണ്ട്. നോൺ IS വന്ന് പക്ക പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള സാധനം വരുന്നത് 0 ഫംഗസ് ആണ്. ഏകദേശം 27,000 മുതൽ സ്റ്റാർട്ടിങ് വരുന്നത്. 27,000. ഇനി IS വരുന്ന ലെൻസ് ഉണ്ട്, IS 1 വരുന്ന ലെൻസ്. ഇത് 7200 തന്നെ. ഇത് റേറ്റ് വരുന്ന ഏകദേശം 30,000 രൂപ. 30,000 രൂപ. ഇത് 150-600 ആണ് സിഗ്മന്റെ. വൈൽഡ് ലൈഫിന് ഏറ്റവും ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധനം. അല്ല, ഇത് നിക്കോണാണോ? ഇത് കെനോൺ മൗണ്ട് ആണ് വരുന്നത്. ഇത് റേറ്റ് വരുന്നത് നമ്മളെ റേറ്റ് 35,000 രൂപ. ഓഫർ റേറ്റ്. എല്ലാരും കൊടുക്കുന്നത് 50-55 റേറ്റിനാണ്. നമ്മൾ 35,000 കൊടുക്കുകയാണ്. ഫംഗസ് ലിറ്റിൽ ഫംഗസ് ഉണ്ട്, എഫക്ട് ചെയ്യാത്ത രീതിയിലാണ്. ഇപ്പൊ ക്ലീൻ ചെയ്യാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ടാണ് ക്ലീൻ ചെയ്യാത്ത. ഇനിയിപ്പോ പാർട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ് കൂടി ചെയ്ത് കൊടുക്കും. പക്ഷെ അതിന് ചെറിയൊരു എമൗണ്ട് ഉണ്ട്, ഒരു 3,000 രൂപ. എന്നാലും 38,000 രൂപയെ ആൾക്കാർക്ക് ആവുള്ളൂ. ഇനി എലിക്യാമിലേക്ക് പോലെ. അതെ, നമുക്കിപ്പോ എലിക്യാമ കൂടുതലുള്ള സീൽഡ് ബോക്സ് ആ കൊടുക്കുന്നത്. സീൽഡ് ബോക്സ് നമ്മൾ കൊടുക്കുന്നത്. കൂടുതലൊരു എൻട്രി ലെവൽ ആൾക്കാർക്ക് ഏതാ നല്ലത്? എൻട്രി ലെവലിൽ നമുക്ക് ഇപ്പൊ എല്ലാരും എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ് നിയോ. നിയോന്റെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഫ്ലൈ മീൻസ് ആ ഡ്രോൺ മാത്രമായിട്ട് വരും. അത് ഏകദേശം 25-27 ആണ് ഇപ്പോഴത്തെ റേറ്റ് കറന്റ്ലി. അത് ഓരോ ടൈം അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ബോക്സ് കോംബോ ആണെന്നുണ്ടെങ്കിൽ വിത്ത് 3 ബാറ്ററി, അതിന്റെ ചാർജിങ് ഹബ്ബ്, ലീഫ് എല്ലാം കൂടിയിട്ടാ വരിക. അതിന് ഏകദേശം 38 ആണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് സീൽഡ് ബോക്സ്. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വരുന്നത് 3 Pro 3 വരുന്നുണ്ട്. 3 സീൽഡ് ബോക്സിൽ, അതായത് RC2 തന്നെയാ വരിക. RC2 വരും. 3 ബാറ്ററി, ചാർജിങ് ഹബ്ബ്, ഫുൾ സെറ്റ് അടക്കം നമുക്ക് വരുന്നത് 70,000 രൂപയാണ്. 3 കേട്ടോ. 3 Pro വരുമ്പോ ഏകദേശം 80,000 വരും. 80,000 90 ആ റേഞ്ചിൽ വരും. കോംബോ ഫുൾ കോംബോ ആണ് പറയുന്നത്. RC2 റേറ്റിൽ വരുന്നത്. പിന്നെ മിനി 4 Pro ആണെന്നുണ്ടെങ്കിൽ ഫ്ലൈമോർ കോംബോ ഏകദേശം 1.8 ആ റേഞ്ചിൽ വരും. ഇതാണ് ഏറ്റവും നല്ല 360 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ടൈം കൂടുതലാണ്, 45 മിനിറ്റ്സ് ഫ്ലൈറ്റ് ടൈം കിട്ടും. അതുപോലെ തന്നെ റേഞ്ചും കൂടുതലാണ്. ഇതിന് 8 കിലോമീറ്റേഴ്സിന് മേലെ പറയണത് ഇപ്പൊ RC2. അതെ. ഇതാണെങ്കിലോ ഈ ചെറുതേതാ? ഇത് നമുക്ക് പഴയ മോഡലാണ്, മിനി 2 എന്ന് പറയും. 4K വരുന്നതാണ്. ഇത് ഏകദേശം കോംബോ നമുക്ക് യൂസ്ഡ് കൊടുക്കുന്നത് ഏകദേശം 30-40 റേഞ്ചിലാണ്. അത് റിമോട്ട് ഉണ്ടാവും, RC ആയിരിക്കില്ല. മീൻസ് മറ്റേ ഡിസ്പ്ലേ ഉള്ള RC ആയിരിക്കില്ല, മൊബൈലാണ് ഡിസ്പ്ലേ ആയിട്ട് യൂസ് ചെയ്യാം. അത് 3 ബാറ്ററി, ചാർജിങ് ഹബ്ബ് എല്ലാം കൂടി അടക്കം നമ്മൾ കൊടുക്കുന്ന റേറ്റ് 30-40 കണ്ടീഷൻ അനുസരിച്ച്. ഇത് മൊബൈൽ ഗിംബൽ അല്ലേ? അത് സിയൂണ്ട മൊബൈൽ ഗിംബൽ ആണ്. സീൽഡ് ബോക്സ്. സിയൂണ്ട സ്മൂത്ത് എക്സ് എന്ന് പറഞ്ഞ മോഡലാ. ഇത് നമുക്ക് ഓൺലൈൻ തന്നെ നോക്കിയാൽ കാണാം, ഏകദേശം 8,000 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇത് പൊട്ടിക്കാത്ത പീസ് നമ്മൾ കൊടുക്കുന്നത് 3,800-നാണ്. 3,800 പുതിയ സാധനം. ഇത് നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്, വേണ്ടവര് കോണ്ടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ വേറെയും മോഡൽസ് നമ്മളതിൽ അവൈലബിൾ ഉണ്ട്. ഏതാണ്? അത് സിയൂണ്ട തന്നെയാണ്. പിന്നെ DJIന്റെ ഓസ്മോ 6, 5 എല്ലാ മോഡൽസും ഏകദേശം നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഇതെന്താ സംഭവം? ക്യാമറയുടെ ഇത് നമുക്ക് ക്യാമറ സ്റ്റിക്കർ റാപ്പിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്കിൻ എടുത്തിട്ട് നമുക്ക് നമ്മളെ ഏത് ക്യാമറ ആണോ അതിന്റെ ഡിസൈനിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കും. ഇത് ക്യാമറ മാത്രമല്ല, ലെൻസ് ആണെങ്കിലും അതുപോലെ നമ്മളെ ഗാഡ്ജറ്റ്സ് ഇല്ലേ, ഫോണ്, ലാപ്ടോപ്പ്, നമ്മളെ കീ, എല്ലാ സാധനങ്ങളും നമുക്ക് സ്കിന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് 1000 ആണ്. അതായത് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാൻ. നമ്മൾ അതിന്റെ മേലേക്ക് അതിന്റെ സ്കിന്നിന്റെ ക്വാളിറ്റി ടൈപ്പ് അനുസരിച്ചിട്ടാണ് റേറ്റ് കൂടുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ട്, ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഹീറ്റിംഗ് പ്രോബ്ലം വരുമെന്ന്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇറക്കിയ മോഡൽസ് പറഞ്ഞാൽ ബ്രീത്തിങ് മെംബ്രെയിനാ. അതായത് ഇതിന് ഹീറ്റ് ഡിസിപ്പേറ്റ് ആവും പുറത്തേക്ക്, ആ ഒരു ഇഷ്യൂ വരൂല. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പുറത്തൊക്കെ ഏകദേശം ഇത് ഒട്ടിച്ചു കൊടുക്കുന്ന റേറ്റ് പറഞ്ഞാൽ 2,000 വരെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
അതായത് ഈ ക്വാളിറ്റി ട്ടോ. ലോക്കൽ ക്വാളിറ്റി ചിലപ്പോ 800 സ്റ്റിക്കർ മാത്രം കിട്ടും. പക്ഷെ നമ്മള് ഹൈ ക്വാളിറ്റി ഉള്ള സാധനമാണ്. കാർബൺ സ്റ്റിക്കറുകൾ അങ്ങനത്തെ സാധനങ്ങളാണ് വരുന്നത്. 3D എല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മൾ അത്രയും റേറ്റ് പ്രോഫിറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. എത്ര റേറ്റ് വരുന്നത്? 1000 രൂപ. 1000 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അല്ലേ? ഈ കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിക്കാനുള്ള പറ്റില്ല? നമുക്കൊരു നോർമൽ ഒരു ഹയർ ഡ്രയർ ഇല്ലേ, മീൻസ് ഹീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ മോഡൽ നമുക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്കർ നമ്മൾ അയച്ചു കൊടുക്കാം, ഫോട്ടോസ് അയച്ചു കൊടുക്കാം. ആ ഫോട്ടോസ് സെലക്ട് മീൻസ് ഏത് സ്റ്റിക്കർ ആണെന്നുള്ള സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓരോ മോഡലിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് എടുത്ത് ഒട്ടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആവുമ്പോ എത്ര ചാർജ് വരാം? അങ്ങനെ ആവുമ്പോ നമുക്ക് 600 മുതൽ സ്റ്റാർട്ടിങ് വരും. 600 മുതൽ സ്റ്റാർട്ടിങ് വരും. ഓൾ ഇന്ത്യ നമുക്ക് അയച്ചു കൊടുക്കാനും പറ്റും. ഓക്കെ. ഇതൊക്കെ യൂസ്ഡ് ബാഗുകളല്ലേ? യൂസ്ഡ് ബാഗുകളും ചെയ്യുന്നുണ്ട് നമ്മള്, ഫ്രഷ് ബാഗുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. യൂസ്ഡ് എന്ന് പറഞ്ഞാല് ഇത് നോക്കിയാ അറിയാം യൂസ്ഡ് ആണെന്നൊന്നും തോന്നൂല. ആ കണ്ടീഷനിലുള്ള ബാഗുകളാണ് കൊടുക്കുക. നമ്മള് ഏകദേശം 2000-3000 വിലയുള്ള ബാഗുകൾ ഏകദേശം 600 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ് ഏകദേശം 250 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ബാഗിന്റെ റേറ്റ്. മെമ്മറി കാർഡും ബാറ്ററി കൊടുക്കുന്നുണ്ട്. മെമ്മറി കാർഡ്, ബാറ്ററി, എല്ലാ സെറ്റിംഗ് എല്ലാം, അതായത് ക്യാമറയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനവും, ലൈറ്റിംഗ് ആണെങ്കിൽ ലൈറ്റിംഗ്, എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഹെവി സ്റ്റാൻഡ്സ് ഒക്കെ നമ്മൾ ഓഫർ ആയിട്ട് 2 സ്റ്റാൻഡ് വിത്ത് ബാഗ് നമ്മൾ കൊടുക്കുന്നത് വെറും 2500 രൂപയ്ക്ക്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ വിളിച്ചാൽ മതി. വിളിച്ചാൽ മതി. നിങ്ങളെ ഷോപ്പുകൾ എവിടേക്കാന്ന് പറഞ്ഞോളൂ. നമ്മളെ ഷോപ്പ് വരുന്നത് മുക്കത്ത് വരുന്നുണ്ട്, കോഴിക്കോട്. പിന്നെ ഒന്ന് വരുന്നത് കണ്ണൂര് പുതിയ തെരു എന്ന് പറഞ്ഞ സ്ഥലത്ത്, പിന്നെ കൊല്ലത്ത്, പിന്നെ തിരുവനന്തപുരം ശ്രീകാര്യം. ശ്രീകാര്യത്തില. ഓക്കെ, ശരി.